എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുറേ ഭക്തജനങ്ങൾ വാട്സപ്പ് വഴി ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-50 ഉണ്ട് കുറേ സംശയങ്ങൾ ചോദിച്ചു. അപ്പം ഞാനതിൽ 10 സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ്. അതായത് ഞാൻ വീഡിയോയിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് അവർക്കും കൂടെ സന്ദേശം അയക്കുന്ന സമയത്ത്, കാരണം ഒത്തിരി ഈ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് സന്ദേശം അയച്ചിരിക്കുന്നത്, വാട്സപ്പിൽ അയച്ചിരിക്കുന്ന ലത കോട്ടയമാണ്. തിരുമേനി, എൻ്റെ മോടെ വിവാഹം നടക്കുന്നില്ല. ചൊവ്വാദോഷമുണ്ട്, 7 ചൊവ്വയുണ്ട്. ജ്യോത്സ്യന്മാരോട് ചോദിച്ചപ്പോൾ ചൊവ്വാദോഷമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വരുന്ന ആലോചനകളെല്ലാം മുടങ്ങുന്നു. ചിലവർ എല്ലാം ശരിയായി വരുമ്പോഴത്തേക്ക് ആലോചന മാറിപ്പോകുന്നു. അപ്പം ഒരു പരിഹാരം പറഞ്ഞു തരാമോ? ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് എൻ്റെ മോടെ വിവാഹം നടക്കത്തില്ലേ? അപ്പോൾ ഒത്തിരി പേര് പറയുന്നത് വിവാഹം കഴിക്കാൻ പാടില്ലെന്ന്. ശരിയായൊരു മറുപടി തരുമോ തിരുമേനി? അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ലത കോട്ടയമാണ്. അപ്പോൾ മറുപടി കൊടുക്കാം. ചൊവ്വാദോഷം, ഈ പറയുന്ന ചൊവ്വാദോഷത്തെക്കുറിച്ച് ഒത്തിരി വീഡിയോകൾ ഒത്തിരി യൂട്യൂബിൽ പറയുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, പരസ്പരം ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. ചൊവ്വയെ നോക്കേണ്ട കാര്യമില്ല. അതായത് ഒരു സ്ത്രീയോ ഒരു പുരുഷനോ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാം. അവിടെ ഈ പറയുന്ന ചൊവ്വാദോഷമോ മറ്റുള്ള ദോഷം ഉണ്ടെങ്കിൽ കാര്യമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈശ്വരനെ വിശ്വാസമുണ്ടോ, എന്നാൽ നമ്മുടെ വിവാഹം പൂർണ്ണമായിട്ട് നടക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയെ കാണാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ പെൺകുട്ടിയുടെ ഗ്രഹനില 7 ചൊവ്വ നിൽക്കുന്നുണ്ട്. ചൊവ്വാദോഷത്തെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ കൂടെയുള്ള പയ്യൻ്റെ വീട്ടുകാർ ആ പെണ്ണിന് ചൊവ്വാദോഷമുള്ളതാണ്. ചൊവ്വാദോഷമുള്ളപ്പോൾ പെണ്ണിനെ കിട്ടുമ്പോൾ നിനക്കും കൂടെ ദോഷം വന്നെന്ന് 100 സദാചാരക്കാർ കാണും. ആ പയ്യൻ്റെ ബന്ധുക്കാർ പറയും, കൂട്ടുകാർ അറിയെങ്കിൽ പറയും. അപ്പം അവർ ചിന്തിക്കുക. അപ്പോൾ ഈ ഭക്തജനങ്ങൾക്ക് ഈ ചൊവ്വാദോഷത്തെക്കുറിച്ചുള്ള അറിവില്ല. അപ്പോൾ അത് ദോഷമാണെന്ന് എല്ലാവരും പറയുന്നത് ഈ പറഞ്ഞ സീരിയലിലും സിനിമയിലും ഒക്കെ കണ്ട് ദോഷമാണ്. അതായത് ചൊവ്വേനെ ഒരു ഭയങ്കരമായിട്ടൊരു പാവഗ്രഹമായിട്ടാണ് എല്ലാവരെയും കണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. ചൊവ്വാദോഷമുണ്ട്, അതുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഈ ചൊവ്വാദോഷത്തിനുള്ള പരിഹാരവും ഈ പറയുന്ന ജാതകത്തിലും ഈ ജ്യോത്സ്യത്തിലും താന്ത്രികത്തിലും നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ജ്യോത്സ്യന്മാർ ഇതൊക്കെ ഊതിപ്പിടിപ്പിച്ച് വലുതാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ചെറുക്കിന് ചൊവ്വാദോഷം ഇല്ല. അപ്പോൾ പെൺകുട്ടിയുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണെങ്കിൽ നമുക്ക് ആ വിവാഹം നടത്താം. എങ്ങനെ? അതായത് 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, കവളാചാര വിധിപ്രകാരം വാഴയെ കല്യാണം കഴിച്ച് വെട്ടിക്കളയാന്ന് കവളാചാരത്തിലൊരു വിധിയുണ്ട്. പിന്നെ നമ്മൾ താന്ത്രിക വിധിപ്രകാരം നമ്മൾ ചൊവ്വാദോഷത്തിന് പരിഹാരം ചെയ്യുന്നത്, ചൊവ്വാദോഷത്തിന് പരിഹാരം പറയുന്നത് ആദ്യം തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ പയ്യൻ താലി കെട്ടുമ്പോഴത്തേക്ക് ആ താലി രണ്ടുപേരും കൂടെ ചേർന്ന് നടക്കൊണ്ട് സമർപ്പിച്ചിട്ട് പെൺകുട്ടി തന്നെ താലി കെട്ടുക. അപ്പോൾ അതിനൊരു പരിഹാരമായി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2 പേർക്കും സുബ്രഹ്മണ്യ യന്ത്രം ഇട്ട് കൊടുക്കുക, ചൊവ്വയെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ചൊവ്വ പോസിറ്റീവായിട്ട് വരും. അപ്പോൾ ചൊവ്വാദോഷത്തിന് പരിഹാരമായി. അപ്പം ലളിത ചേച്ചി, ആ ഒരു വിവാഹം നടത്താം. മോൾക്ക് വരുന്ന ആലോചനകൾ നിങ്ങൾ ഈ പറയുന്ന പരസ്പരം മോൾക്ക് ആരെയാണ് ഇഷ്ടം ആ ഒരു വിവാഹം നടത്തി കൊടുക്കുക. അവിടെ ദോഷത്തിനുള്ള പരിഹാരങ്ങളാണ്. ഒന്നെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്ത് 2 പേർക്കും ദേഹരക്ഷയായിട്ട് സുബ്രഹ്മണ്യ യന്ത്രങ്ങൾ ചെയ്തു കൊടുക്കുക. മാസത്തിൽ ഒരു തവണ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പോൾ ഈ പറയുന്ന ചൊവ്വയുടെ ദോഷം ഉണ്ടാകത്തില്ല. പിന്നെ അവർ പൂർണ്ണമായിട്ടും ഈശ്വരനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ദാമ്പത്യത്തിനും ഇല്ലെങ്കിൽ അവർക്ക് ഈ ചൊവ്വയുടെ യാതൊരു ദോഷം ഉണ്ടാകത്തില്ല. ആ ഒരു നെഗറ്റീവ് എനർജി മാറുന്നതായിരിക്കും. അപ്പോൾ മോടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. ചേച്ചി പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിനൊരു പരിഹാരമുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോ പറയുന്നതാണ്. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് അജിത ചങ്ങനാശ്ശേരിയാണ്. എൻ്റെ മോടെ, ഇതും വിവാഹത്തിൻ്റെ കാര്യമാണ്. എൻ്റെ മോടെ കൂടെ ഒരു എൻ്റെ ചേച്ചി സെൻറ്റൻസ് താത്തിയാണ് അയച്ചേക്കുന്നത്. എൻ്റെ മോക്കൊരു പ്രണയമുണ്ട് തിരുമേനി, അതൊന്ന് നിർത്തി തരുമോ എന്നാണ് അജിത ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രണയമുണ്ട്, പ്രണയം നിർത്താൻ പാടില്ല. ആദ്യമേ ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന ഇഷ്ടമാണെങ്കിൽ അത് പരസ്പരം പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടത്തുക. പ്രണയം നിർത്താനുള്ള ഈ പറയുന്ന പൂജകൾ എവിടെയും പോയി ചെയ്യരുത്. അത് അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് അത് തിരിച്ചടി കിട്ടും. ഈ ചില അമ്മമാർ പ്രണയം നിർത്താൻ വേണ്ടി ഭിന്നവൈരവി ചെയ്യാറുണ്ട്. ഒരിക്കലും ഭിന്നവൈരവി ചെയ്യരുത്. അത് അവർ സുരമയായിട്ട് ജീവിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ട്. പയ്യൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ
നല്ലതാണെങ്കിൽ അവർക്കിടക്കും ഇഷ്ടമാണെങ്കിൽ ഇത് നടത്തി കൊടുക്കുക, അതാണ് ഒരു പരിഹാരം. അതല്ലാതെ അവരുടെ പ്രണയം പിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ഉസ്താദ് ഇല്ലെങ്കിൽ ഭിന്നഭരിവി ശക്തമായ മാന്ത്രിക പ്രയോഗങ്ങളൊന്നും ചെയ്യരുത്. അത് ലാസ്റ്റ് നിങ്ങൾക്ക് മോൾക്ക് ഒരു ജീവിതം വരുമ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചടിക്കും. അടുത്തതായിട്ട് മെസ്സേജ് അയക്കുന്നത് ബിനു, അതും കോട്ടയത്ത് നിന്നാണ്. ബിനു കോട്ടയം. തിരുമേനി, ജോലി കാര്യങ്ങൾ ശരിയാകുന്നില്ല. ജോലിക്ക് പോകുമ്പോഴും എപ്പോഴും തടസ്സമാണ്. നോക്കിച്ചപ്പോഴത്തേക്ക് ശത്രു ദുരിതം ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി ശത്രു അവിടെ എന്തോ ക്രിയകൾ ചെയ്തിട്ടുണ്ടെന്നാണ് ജ്യോത്സ്യം പറഞ്ഞത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ബിനു, ജ്യോത്സ്യം പറഞ്ഞ് അവിടെ കുഴിച്ചിട്ടുണ്ടെന്ന്. എന്താ സംഭവം കുഴിച്ചിട്ടെന്ന് എനിക്കറിയത്തില്ല. ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? ശത്രുക്കൾ അവിടെ എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യട്ടെ. നേരെ തിരുനക്കര മഹാദേവൻ്റെ അടുത്ത് പോവുക, ഒരു കാണിക്കിടുക. മഹാദേവ, ഞാൻ ഇന്നടുത്ത് ജോലി സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് എനിക്ക് പ്രശ്നങ്ങളാണ്, എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരാം. പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ ഈ പറയുന്ന പ്രാർത്ഥന നടത്തി മഹാദേവനെ പ്രാർത്ഥിച്ച് 1 രൂപ കാണിക്കയിട്ട് മഹാദേവൻ്റെ അടുത്ത് പോയി ഒരു കൂവളമാല സമർപ്പിച്ച് അവിടെ ഇരിക്കുക. ഈ പറയുന്ന ശത്രുക്കൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ശത്രുവിനാണോ ഇല്ലെങ്കിൽ ഈ പറയുന്ന മോശം ചെയ്ത് നടക്കുന്ന ആൾക്കാർക്കാണോ പവർ, ഈശ്വരനാണോ എന്ന് വിശ്വാസം പോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പേടിക്കണ്ട. ഈ പറയുന്ന ജോത്സ്യൻ അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞതിന് എനിക്ക് മറുപടി എനിക്ക് ഇച്ചിരി ഡൗട്ടുണ്ട്. കാരണം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ജ്യോത്സ്യനോട് തന്നെ ചോദിക്കുക. ജ്യോത്സ്യൻ കുറേ വഴിപാടുകളും കൊടുത്തെന്നാണ് പറയുന്നത്. ഈ അഹോരം, സുദർശനം, ഗുരുതി 12 എണ്ണം. ഗുരുതി ഒന്നും 12 എണ്ണം കഴിക്കാൻ പാടില്ല. സുദർശന ഹോമം ചെയ്യുന്നത് ബാധാദുരിതങ്ങളും ശത്രുദോഷങ്ങളും. ഈ സുദർശന ഹോമം അഹോരം ചെയ്യുന്നത് ശത്രുദോഷത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മഹാദേവൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് കൂവളമാല കൊടുക്കുക. അടുത്ത ഒരു ചേച്ചി വിട്ടേക്കുന്നത് സുധ എറണാകുളം. എത്ര ജോലി സ്ഥലത്ത് പോയിട്ടും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നോക്കിച്ചപ്പം സർപ്പദോഷമുണ്ടെന്ന് പറയുന്നു. പാമ്പ് അലയുന്ന കണക്ക് അലച്ചിലാണ് എൻ്റെ പരിപാടി. അത് സത്യമാണോ? സർപ്പക്ഷേത്രത്തിൽ ഒത്തിരി വഴിപാടുകൾ ചെയ്ത് വീണ്ടും പഴയതുപോലെ അവസ്ഥ. അപ്പോൾ സുധ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സർപ്പദോഷത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരം, നമ്മുടെ കുടുംബത്ത് അച്ഛൻ വഴി അമ്മ വഴി കാവരിപ്പുണ്ടെങ്കിൽ അവിടെ പോയി ആയിലത്തിന് എണ്ണയും തിരിയും കൊടുത്ത് പ്രാർത്ഥിക്കുക. വീടിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ പരിസരത്ത് കാവോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഇത് കൊടുക്കുക. പോരാത്തതിന് പക്കപ്പിറന്നാൾ ഓറും ആമയുടെ പോയി 100 പാലും കഴിക്കുക. അപ്പോൾ ഇതിനൊരു അളവ് വരുന്നതാണ്. എന്നിട്ടും ജോലിയുടെ കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ സംഭവം എന്താണെന്ന് ചേച്ചി കൂടുതലായിട്ട് ജോലിക്ക് പലയിടത്തും ജോലി പോയിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ഒരു ഇഷ്ടമുള്ളിടത്ത് ഒരു ജോലി സ്ഥലത്ത് നിൽക്കുക. സർപ്പദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് മെസ്സേജ് അയക്കുന്നത് മനു, ആലപ്പുഴ. ഞാൻ ബൈക്ക് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും വീഴ്ചയാണ്. നോക്കിക്കുമ്പോഴത്തേക്ക് ബൈക്കിൽ ആരോ എന്തോ ചെയ്തിട്ടെന്ന് പറഞ്ഞു. മനു, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ്, ഈ പറയുന്ന റോഡ് ലൈസൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. കാരണം റോഡ് നിയമങ്ങൾ പാലിച്ച് തന്നെ വാഹനം ഓടിക്കുക. ഈ പറയുന്ന ബൈക്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആര് എന്തിന്, മനുവിൻ്റെ ബൈക്കിന് മറ്റുള്ളവർ എന്തിന് ചെയ്തിട്ടുണ്ടാവും? യുക്തി കൊണ്ടൊന്ന് ആലോചിക്കുക. മനുവിൻ്റെ വിശ്വാസം അനുസരിച്ച് അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ താക്കോല് പൂജിച്ച് പുണ്യാഹം മേടിച്ച് ബൈക്കിൽ തളിക്കുക. ബൈക്ക് ശ്രദ്ധയോടെ ഓടിക്കുക. ഫോണും മറ്റുള്ള കാര്യങ്ങളും വിചാരിച്ച് ബൈക്ക് ഓടിക്കരുത്. നേരെ തന്നെ നോക്കി ബൈക്ക് ഓടിക്കുക. അല്ല വേറെ ഉള്ള കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ജോത്സ്യൻ ഒത്തിരി വഴിപാട് എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഷീല പുന്നപ്ര. എപ്പോഴും അസുഖങ്ങൾ മാറുന്നില്ല. വഴിപാടുകൾ കുറേ ചെയ്ത്. ചേച്ചി, അത് തന്നെയാണ് മണ്ടത്തരം. വഴിപാടുകൾ ചെയ്താൽ അസുഖം മാറത്തില്ല. നല്ലൊരു ഡോക്ടറെ പോയി കാണിക്കുക. ചേച്ചിക്ക് പറയുന്നത് ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജ്യോത്സ്യം കുറേ വഴിപാടുകളൊക്കെ എഴുതി കൊടുത്തിട്ട് അസുഖം മാറുന്നതാണ്. അസുഖം മാറാൻ വേണ്ടി കൃത്യമായി നല്ലൊരു ഡോക്ടറെ കാണിക്കുക. ആലപ്പുഴയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ടാണെങ്കിൽ ഒത്തിരി ആശുപത്രി ഉണ്ട്, സഹൃദയുണ്ട്. പിന്നെ തൊട്ടടുത്തല്ല മണ്ടാനത്ത് നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണിക്കുക. ഡോക്ടറെ പോയി കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര നടത്തുക. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധി വരെ ഒരു മാറ്റം വരുന്നതാണ്. അടുത്തതായിട്ട് ഇതാക്കുന്നത് മണിയൻ. തിരുമേനി, ഞാനൊരു വള്ളത്തെ പോകുന്നതാണ്, എന്നാൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ ഇടയ്ക്ക് ഒരു വീട് വെച്ചപ്പോൾ തൊട്ട് മൊത്തം കടമാണ്. ശത്രുദോഷമുണ്ടോ? അപ്പോൾ മണിയൻ ചേട്ടാ, നമ്മൾ ഇല്ലാത്ത പൈസ മുടക്കിയാണ് വീട് വെക്കുന്നത്. അപ്പോൾ വീട് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ശത്രുദോഷങ്ങൾ
തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പരിസരത്തുള്ളവർ മറ്റുള്ള ആൾക്കാരൊക്കെ പെട്ടെന്നൊരു കണ്ണ് കടിക്കും. പിന്നെ നമ്മൾ സാമ്പത്തികം കടം മേടിച്ചാണ് വീട് വെച്ചെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന പൈസ കടക്കാർക്ക് കൊടുക്കാനേ ഉള്ളൂ. അത് എന്തായാലും സാമ്പത്തിക നഷ്ടമില്ലല്ലോ. ചേട്ടൻ എല്ലാ ദിവസവും പണിയുണ്ടല്ലോ. അപ്പോൾ അതിന് നമുക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട വിശ്വാസപ്രകാരം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസുക്തം എടുക്കും. ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഞാനൊരു കാറ് മേടിക്കാൻ ഉദ്ദേശിച്ച്, അപ്പോൾ ഞാൻ പലയിടത്തു നിന്നും പൈസ മേടിച്ചു. പക്ഷേ അടുത്ത സാലറിയിൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ പൈസ എല്ലാം തിരിച്ചെടുക്കണം. അപ്പം ചിലവർ ഇതെന്തോ ഭയങ്കര ദോഷമായിട്ടാണ്. അല്ല, നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മണിയൻ ചേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. അടുത്ത മെസ്സേജ് വിട്ടിരുന്ന മധു കട്ടപ്പന. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്നെ ജോലിക്കാരും വിളിക്കുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. മധുചേട്ടൻ അപ്പോൾ എല്ലാ ദിവസവും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, കൂലിപ്പണിക്കാരനാണ്. എന്നെ ഇപ്പോൾ ആരും വിളിക്കുന്നില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുള്ളിക്കാരനെയാണ് വിളിക്കുന്നത്. പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് തന്നെ തെറ്റ്. ഒന്നെങ്കിൽ ചേട്ടൻ ഈ പറയുന്ന പൈസ കൂടുതൽ മേടിക്കുന്നുണ്ടാകും, അടുത്ത വീട്ടിലെ പുള്ളി പൈസ കുറവായിരിക്കും. എന്തെങ്കിലും ദോഷമാണെന്ന് ജോത്സ്യർ പറഞ്ഞു. ജോത്സ്യരെ വേണം ആദ്യം അടിക്കാൻ. ഈ പറയുന്ന ദോഷമല്ല, നമ്മൾ സമൂഹമായിട്ട് ഒത്തിരി കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് നിൽക്കണം. ചേട്ടൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി ഇപ്പോൾ രണ്ടെടുത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു മധുച്ചേട്ടൻ ഒരു കാര്യം ശ്രദ്ധിക്കുക. 2 ഹോട്ടലുണ്ട്. ഒരു ഹോട്ടലിൽ ഊണിന് 50 രൂപ, ഒരു ഹോട്ടലിന് 100 രൂപ. അപ്പോൾ 50 രൂപയുടെ ഊണ് ചില ആൾക്കാർ വിചാരിക്കും 50 രൂപയ്ക്ക് ഈ പറയുന്ന ലോക്കലായിട്ടുള്ള ചില കറികളാണ്. ഇപ്പോൾ 100 രൂപ ഊണ് ഇച്ചിരി ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ അവൻ അവൻ പണി കുറച്ച് പൈസ മേടിക്കുമ്പോൾ അവൻ അത്രയും ക്വാളിറ്റി കൊണ്ട് നിർത്തും. ഇപ്പോൾ മധുച്ചേട്ടൻ കൂട്ടി പൈസ മേടിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അത് ദോഷമായിട്ട് കണക്കാക്കേണ്ട. അത് ദേവീക്ഷേത്രത്തിൽ പോയിട്ട് സാമ്പത്തികം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രീസൂക്തം കൊണ്ട് അർച്ചന ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് ഈശ്വരൻ ഫലം തരും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചുമ്മാതെ ഇരുന്നാൽ ഈശ്വരൻ പൈസ തരത്തില്ല. നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നു അത്രത്തോളം നമുക്ക് കർമ്മത്തിൻ്റെ ഫലം ഈശ്വരൻ തരുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒത്തിരി രോഗദുരിതം അനുഭവിക്കുന്ന ഭക്തജനങ്ങൾ ഉടൻ തന്നെ ക്ഷേത്രത്തിൽ പോകാതെ ആശുപത്രിയിൽ പോയി രോഗം മാറ്റുന്നതാണ്. പിന്നെ ചൊവ്വാദോഷത്തെ പേടിക്കേണ്ട കാര്യമില്ല. പരസ്പര മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ട ഏത് പെണ്ണിനെയും ഏത് ചെറുക്കനെയും വിവാഹം കഴിക്കുക. അവിടെ ജാതി മതവും കാര്യങ്ങളൊന്നുമില്ല. പരസ്പര സ്നേഹമാണ്. ഒപ്പം തന്നെ എന്തെങ്കിലും കഠിനമായ അസുഖങ്ങളുണ്ടെങ്കിൽ ആശുപത്രി തന്നെ പോകണം. ഈ പറയുന്ന വഴിപാട് കഴിച്ച അസുഖങ്ങൾ മാറത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. ഞാൻ ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈശ്വരങ്ങൾ ഫലം തരത്തുള്ളൂ. ഈ പറയുന്ന കുറേ യന്ത്രങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മേടിച്ച് സാമ്പത്തികം വരത്തില്ല. സാമ്പത്തിക ലാഭം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ പണിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികം കിട്ടത്തുള്ളൂ. അപ്പോൾ ഭക്തജനങ്ങൾക്ക് മറുപടി അയക്കാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭക്തജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നമസ്കാരം.